ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിംഗ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ്. നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബൈ. നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഒരുപാട് ലോസ് വരുത്തുന്നത് ഓപ്ഷൻ ബൈയിങ്ങിലാണ്. ഓപ്ഷൻ ബൈയിങ്ങിൽ ലോസ് വരുത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? മൈൻഡ് സെറ്റ് ആണ്. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക, നമ്മുടെ പ്രശ്നം എന്താണ്? ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതാണ്. 100% ഉറപ്പായ കാര്യമാണത്. എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പല പല ചാനലുകളിലെ പല പല സ്ക്രീൻഷോട്ടുകളും പല പല യൂട്യൂബ് വീഡിയോകളും കാര്യങ്ങളും എല്ലാം കണ്ട് എനിക്കും അതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന കണ്ടീഷനിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാള് ഒരുപാട് ക്യാഷ് ഇട്ട് മാർക്കറ്റിലേക്ക് വരുന്നു, ഓപ്ഷൻ ബൈ ചെയ്യുന്നു, അത് വാഷ് ഔട്ടായി മാർക്കറ്റിൽ നിന്ന് എന്നേക്കും ടാറ്റ പറഞ്ഞു പോകുന്നു. ഇതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. എന്നാൽ ഒരു ബിഗിനർ ചിന്തിക്കുന്നില്ല, ഞാൻ ഓപ്ഷൻ ബൈ ആദ്യം ഒന്ന് പഠിക്കണം, ആദ്യം ഒന്ന് വാച്ച് ചെയ്യണം. എന്താണ് ഓപ്ഷൻ ബൈ? അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്താണ് ഓപ്ഷൻ ബൈ? എല്ലാവർക്കും പഠിക്കാൻ മടിയാണ്. അപ്പൊ ഒന്ന് ഓപ്ഷൻ ബൈങ് എന്താണെന്നൊന്ന് പഠിക്കുക. പല യൂട്യൂബുകളും പല കാര്യങ്ങളും നമുക്ക് ഇന്ന് ഓപ്ഷൻ ബൈങ് എന്താണെന്ന് അറിയാൻ അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകളുണ്ട്, ഇഷ്ടം പോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ജസ്റ്റ് ഓപ്ഷൻ ബൈങ് എന്താണെന്ന് പഠിച്ച് വലിയ എമൗണ്ടുമായി മാർക്കറ്റിലേക്ക് വന്ന് അത് വാഷ് ഔട്ട് ആയി പോകുന്ന ആളുകളുടെ എണ്ണം ഒരുപാടാണ്. എന്നാൽ അവനവന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. എല്ലാവർക്കും ഗ്രീഡിയാണ്. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ഇതൊന്ന് വാച്ച് ചെയ്യുക. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വാച്ച് ലിസ്റ്റിൽ ഓപ്ഷൻ ആഡ് ചെയ്യുക. ഇതിന്റെ ചാർട്ടുകൾ നോക്കി അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുക. ഓരോ ദിവസവും ക്ലോസ്ലി വാച്ച് ചെയ്യുക. എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നു, എവിടെ എനിക്കൊരു ബൈ പോയിന്റ് ഓപ്പൺ ആകുന്നു, എവിടെ എനിക്ക് ബൈ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു. ആ അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യുക. ഞാൻ ഇന്ന ലെവലിൽ ബൈ ചെയ്തു, ഇന്ന ലെവലിൽ എക്സിറ്റ് ചെയ്തു, അല്ലെ ഇന്ന ലെവലിൽ സെല്ല് ചെയ്തു എന്ന് ഞാൻ എഴുതി വെക്കുക. ഒരു മാസം ഞാൻ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഞാൻ പ്രോഫിറ്റബിൾ ആണോ എന്ന് ആദ്യം വിലയിരുത്തുക. അതിനുശേഷം എന്ത് കാര്യവും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം. പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണോ, എന്റെ ഇമോഷൻ കൺട്രോൾ ആണോ? പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ ഇമോഷൻ അത്രമേൽ ബാധിക്കുകയൊന്നുമില്ല. പേപ്പർ ട്രേഡ് ചെയ്യുമ്പോൾ ഇമോഷൻ ആരെയും അത്രമേൽ ബാധിക്കുകയൊന്നുമില്ല. അപ്പൊ എന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ക്യാഷ് ഇട്ട് ട്രേഡ് ചെയ്യുമ്പോഴേ, ലൈവ് മാർക്കറ്റിൽ ക്യാഷ് ഇട്ട് ട്രേഡ് ചെയ്യുമ്പോഴേ ഇമോഷൻ എന്നൊരു പ്രശ്നം അവിടെ വരുവുള്ളൂ. അതിനുവേണ്ടി അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് കാര്യം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. അതിന് പോയാലും കുഴപ്പമില്ലാത്ത ഒരു പൈസ, എന്ത് കാര്യം പഠിക്കണമെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചെയ്താലേ പറ്റൂ. അതിന് നമ്മൾ പോയാലും കുഴപ്പമില്ലാത്ത ഒരു പൈസ ഇട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുക. അല്ലാണ്ട് എനിക്ക് നാളെ ആവശ്യമുള്ള പൈസ അല്ലെ നാളത്തെ കഴിഞ്ഞ് ആവശ്യമുള്ള പൈസ ഓപ്ഷൻ ട്രേഡിങ്ങിന് ഉപയോഗിച്ചാൽ അത് പോകത്തേ ഉള്ളൂ. കാരണം എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഈ പൈസ പോയാൽ എനിക്ക് നാളെ ആവശ്യമുള്ളതാണ്, അല്ലെ നാളത്തെ എനിക്ക് ആവശ്യമുള്ളതാണ്, നാളത്തെ എന്റെ മകനെ ആശുപത്രി കൊണ്ടുപോകാനുള്ളതാണ്, അല്ലെ എന്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനുള്ളതാണ്, അല്ലെ ഞാൻ സ്വർണം പണയം വെച്ചത് എനിക്ക് എടുക്കാനുള്ളതാണ്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റോടെ ഓപ്ഷൻ ബൈങ്ങിന് നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ എത്ര സക്സസ് ആയ ഒരു ഓപ്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ പരാജയപ്പെട്ടിരിക്കും. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കാരണം നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ബൈ എടുക്കാനോ കറക്റ്റ് പൊസിഷനിൽ സെല്ല് ചെയ്യാനോ നമ്മൾ ആകെ ഭയമായിരിക്കും നമുക്ക്. അപ്പൊ പോയാലും കുഴപ്പമില്ലാത്ത, എനിക്ക് ഈ പൈസ പോയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ളപ്പോ ഈ പൈസ ചിലപ്പോൾ 10 ഇരട്ടിയാവും. കാരണം നമ്മുടെ ഇമോഷൻ ആ ലെവലാണ്. അപ്പൊ പോയാലും കുഴപ്പമില്ലാത്ത ഒരു പൈസ ഇട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓപ്ഷൻ ബൈങ്ങിനെ പറ്റിയാണ്. അതിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഓപ്ഷൻ ബൈങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്.
അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് പൊസിഷൻ സൈസിങ്. പൊസിഷൻ സൈസിങ് എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട്, അവർക്ക് ഓപ്ഷൻ ട്രേഡിംഗ് അറിയാം, എന്നാൽ എങ്ങനെ അവരുടെ പൊസിഷൻ, എങ്ങനെ അവരുടെ ലോട്ട് സൈസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ചില ദിവസം അവർ 1 ലോട്ട് എടുത്ത് കളിക്കും, ചില ദിവസം അവർ 10 ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യും, ചില ദിവസം അവർ 5 ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യും. അതിന്റെ സക്സസ് റേഷ്യോ കാണുമ്പോൾ ചില ദിവസം 50 ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യും. ഇങ്ങനെ ട്രേഡ് ചെയ്താൽ ഒരിക്കലും നമുക്ക് മാർക്കറ്റിൽ നിലനിൽപ്പ് ഉണ്ടാവില്ല. നമുക്ക് മാർക്കറ്റിൽ നിലനിൽപ്പ് വേണമെങ്കിൽ പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്ത് 1-2 മാസം ട്രേഡ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് സെറ്റ് കൺട്രോൾ ആക്കുക. അതിനുശേഷം എപ്പം നമുക്ക് 2 ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യാം, കണ്ടിന്യൂസ് ട്രേഡ് ചെയ്യാം എന്ന ലെവലിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആയതിനു ശേഷം, ഇമോഷൻ കൺട്രോൾ ആയതിനു ശേഷം മാത്രം 2 ലോട്ട് ട്രേഡ് ചെയ്യാം. അതിനുശേഷം 4 ലോട്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യാറ് എപ്പോൾ ആയോ, അല്ലെങ്കിൽ 3 ലോട്ടിൽ നമ്മൾ കണ്ടിന്യൂസ് ട്രേഡ് ചെയ്യാൻ നമ്മൾ എപ്പോൾ ആയോ, നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോൾ കൺട്രോൾ ആയോ, അതിനുശേഷം മാത്രം നമ്മൾ 3 ലോട്ടിലോ 4 ലോട്ടിലോ കണ്ടിന്യൂസ് ട്രേഡ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ 4 ലോട്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് ലോസ് വന്നു, അല്ലെങ്കിൽ ഒരു ലോസ് വന്നു, പിന്നെ നമ്മൾ നേരെ 1 ലോട്ടിലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ 4 ലോട്ടിലേക്ക് ഒരിക്കലും പോകരുത്. അപ്പൊ പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 1 ലോട്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ 1 ലോട്ടിൽ ട്രേഡ് ചെയ്യുക, 2 ലോട്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് 2 ലോട്ടിൽ ട്രേഡ് ചെയ്യുക, 3 ലോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ കണ്ടിന്യൂസ് 3 ലോട്ടിൽ ട്രേഡ് ചെയ്യുക, 4 ലോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നെങ്കിൽ കണ്ടിന്യൂസ് 4 ലോട്ടിൽ ട്രേഡ് ചെയ്യുക. ഇത് തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ്. അതുപോലെ ഓപ്ഷൻ ബൈങ്ങിൽ സ്റ്റോപ്പ് ലോസ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യാം. ചില ആളുകളുണ്ട്, കാരണം മാർക്കറ്റ് അവരെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് എന്താണ് ടെംപ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവം ഉണ്ടാവും. ആലോചിച്ച് നോക്കുക, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യുന്നു. ചില അവസരങ്ങളിൽ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് തിരിച്ചു കയറി നമ്മുടെ ടാർഗറ്റിലേക്ക് പോകുന്നു. അങ്ങനെ 1-2 ദിവസം സംഭവിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും സ്റ്റോപ്പ് ലോസ് ഇടണ്ട. സ്വാഭാവികമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നം, 1-2 ദിവസം മാർക്കറ്റ് നമ്മളെ അങ്ങനെ കാണിച്ചു തരും, പിന്നീട് നമ്മുടെ സ്റ്റോപ്പ് ലോസും കട്ട് ചെയ്ത് താഴേക്ക് പോയി നമ്മുടെ ക്യാഷ്, നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകും. ഇങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്നത്. കാരണം സ്റ്റോപ്പ് ലോസ് ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ആവറേജ് ചെയ്യും, അതിന് താഴേക്ക് വീണ്ടും പോകുമ്പോൾ വീണ്ടും നമ്മൾ ആവറേജ് ചെയ്യും, അതിന് താഴേക്ക് വീണ്ടും പോകുമ്പോൾ വീണ്ടും നമ്മൾ ആവറേജ് ചെയ്യും. ഇങ്ങനെ ആവറേജ് ചെയ്ത് ചില സമയങ്ങളിലൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും. എന്നാൽ കൂടുതൽ ടൈമും ഇവിടെ എല്ലാം നമ്മുടെ ഇമോഷൻ പ്രശ്നമാണ്. നമുക്ക് എവിടെ ആവറേജ് ചെയ്യണം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിന്റെ മുകളിൽ നമ്മൾ ആവറേജ് ചെയ്യും, ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ലെവലിന്റെ താഴെ ആവറേജ് ചെയ്യും. എവിടെ ആവറേജ് ചെയ്യണം, എവിടെ വിൽക്കണം, എവിടെ ഇറങ്ങണം, ആകെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു റൂള് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക. ഒരു റൂള് ഓപ്ഷൻ ബൈങ്ങിൽ നമ്മൾ ഒരു റൂള് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക. ആ ഒരു റൂള് ഫോളോ ചെയ്യുക വഴി ഒരു 6 മാസം നമ്മൾ അങ്ങനെ ട്രേഡ് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ 6 മാസം കൊണ്ട് പഠിക്കാൻ പറ്റും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നും നമ്മളൊരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ നമ്മൾ 6 മാസം കൊണ്ട് നമ്മുടെ ഓപ്ഷൻ ബൈങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ഓപ്ഷൻ ബൈങ് ഭയങ്കര ഇംപ്രൂവ് ആകാനുള്ള ചാൻസും നമ്മുടെ മൈൻഡ് സെറ്റ്, അതായത് ഇമോഷൻ വളരെ അധികം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. 6 മാസം നമ്മൾ ഒരു റൂളിൽ ട്രേഡ് ചെയ്തു. ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടും, ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടേ ട്രേഡ് ചെയ്യൂ, ഒരു ദിവസം എനിക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ആയാൽ ഞാൻ എക്സിറ്റ് ചെയ്യും, അതിന് മുകളിലേക്ക് ഞാൻ വാങ്ങിയ ഓപ്ഷൻ എത്ര പോയാലും എനിക്ക് പ്രശ്നമല്ല. ചില ആൾക്കാരുടെ വലിയൊരു പ്രശ്നമാണ്, ഞാൻ വാങ്ങിയ ഓപ്ഷൻ ഞാൻ വിൽക്കുന്ന ലെവലിൽ നിന്ന് പിന്നെ താഴെ വരാവുള്ളൂ, മുകളിലേക്ക് ഒട്ടും പോകരുത്. അങ്ങനെ 2 ദിവസം പോയാൽ ഞാൻ അതിന്റെ പുറകെ പോകും. അങ്ങനെ അതിന്റെ പുറകെ പോയി ഞാൻ മാർക്കറ്റിൽ നിന്ന് പണി മേടിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. ഇതാണ് കൂടുതലും ഓപ്ഷൻ ബയേഴ്സിന് സംഭവിക്കുന്നത്. അപ്പൊ മൈൻഡ് സെറ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. പറഞ്ഞു വന്ന വോയിസ് കുറച്ച് കൂടിപ്പോയി. അപ്പം ഓപ്ഷൻ ബൈയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ ഒരു കാര്യം, ഓപ്ഷൻ ബൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ലോസ് വന്ന ദിവസം അതിന്റെ കാര്യകാരണ സഹിതം നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് ലോസ് വന്ന ദിവസം അതിന്റെ കാര്യകാരണ സഹിതം നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കിയാൽ നിങ്ങൾ കണ്ടിന്യൂസ്, കാരണം നമ്മൾ ഇന്ന് എന്താണ് ലോസ് വന്നത്, നാളെ ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മളത് മറന്നുപോകും. അതേസമയം നമ്മൾ ഓരോ ദിവസവും നമുക്ക് ലോസ് വന്ന ദിവസം, പ്രോഫിറ്റ് വന്ന ദിവസം വേണ്ട പോട്ടെ, ലോസ് വന്ന ദിവസം നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് ലോസ് വരുന്ന ദിവസങ്ങൾ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മൾ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല. അത് ഓപ്ഷൻ ബൈങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ സെറ്റപ്പ് വന്നാൽ മാത്രം എൻട്രി എടുക്കുക. ഓപ്ഷൻ ബൈങ്ങിൽ നിങ്ങളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു റൂൾ ഫോളോ ചെയ്യുന്നു, നിങ്ങളുടെ സെറ്റപ്പിൽ വന്നാൽ മാത്രം ബൈ ചെയ്യാം, അല്ലെങ്കിൽ വാച്ച് ചെയ്യുക. ഒരു ദിവസം മൊത്തം ട്രേഡിംഗ് ടെർമിനലിന്റെ മുന്നിൽ വാച്ച് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ബയറിന്റെ വിജയത്തിലേക്കുള്ള ഫസ്റ്റ് കാൽവെപ്പാണ്. ട്രേഡ് എടുക്കാണ്ട് ഒരു ദിവസം മുഴുവൻ ട്രേഡിംഗ് ടെർമിനലിൽ നോക്കി ക്യാൻഡിൽ സ്റ്റിക്ക് വാച്ച് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. ട്രേഡ് എടുക്കുന്നതിലല്ല കാര്യം, നമ്മുടെ ക്ഷമയാണ് വേണ്ടത്. നമ്മുടെ
സെറ്റപ്പ് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ വാച്ച് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇട്ട ഒരു എൻട്രി, നമ്മൾ ബൈ ചെയ്യാൻ ഇട്ട ഒരു എൻട്രി, ആ എൻട്രിയുടെ അടുത്ത് 10 പൈസ ഡിഫറൻസിൽ വന്നിട്ട് ഓപ്ഷൻ കയറിപ്പോയി. രണ്ടാമത് ഒന്നുകൂടെ വന്ന ഒരു 5 പൈസ ഡിഫറൻസിൽ വന്നിട്ട് കയറിപ്പോയി. നമ്മളൊരു ബൈ ലെവല് ഓർഡർ ഇട്ട് വെച്ചിരിക്കുക, ചിന്തിക്കുക, നമ്മളൊരു ബൈ ലെവൽ ഓർഡർ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു 5 പൈസ അല്ലെ 10 പൈസ ഡിഫറൻസിൽ 2 പ്രാവശ്യം വന്ന് തിരിച്ചു കയറിപ്പോയി. ഉടനെ പ്രശ്നമായി. പിന്നെ അങ്ങ് കയറ്റി വാങ്ങുക, അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് ആ വരുന്ന ടൈമിൽ 5 പൈസ 10 പൈസ ഡിഫറൻസിൽ വരുന്ന സമയത്ത് നമ്മൾ അപ്പൊ 10 പൈസ കയറ്റി വാങ്ങിക്കില്ല. കയറി പോയി കഴിയുമ്പോൾ അയ്യോ നമ്മൾ വാങ്ങിയായിരുന്നെങ്കിൽ അത് ഇത്ര പ്രോഫിറ്റിലേക്ക് പോയേനെ, വാങ്ങാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ആകെ പ്രശ്നം, മൈൻഡ് സെറ്റ് ആകെ പ്രശ്നം. പിന്നെ നമുക്ക് ചില ആൾക്കാരൊക്കെ ഏറ്റവും തുഞ്ചത്ത് പോയിട്ടാണ് പിന്നെ മേടിക്കുക, ഏറ്റവും ഹൈയിൽ നിൽക്കുമ്പോൾ മേടിക്കുക, അവിടുന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് പോരും. എന്നാൽ നമ്മൾ ഇട്ട ബൈ ലെവല് ചിലപ്പോൾ രാവിലെ ഇട്ട ബൈ ലെവല് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞായിരിക്കും ആക്ടിവേറ്റ് ആകുന്നത്. അപ്പൊ ആ ലെവലിൽ നമ്മളൊന്ന് ചിന്തിക്കുക. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിഞ്ഞു പൊളിച്ച് താഴെ പോരാം. അവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ പ്രാധാന്യം. അതേസമയം നമ്മൾ ഏറ്റവും ഹൈ പ്രൈസിൽ പോയി വാങ്ങിയാലോ, നമ്മുടെ ബൈ പ്രൈസിൽ എൻട്രി കിട്ടിയില്ല, ഏറ്റവും ഹൈ പ്രൈസിലേക്ക് പോയി വാങ്ങിയാലോ ചില സമയത്തൊക്കെ അവിടുന്ന് കയറിപ്പോവാൻ നിഫ്റ്റി ചില സമയത്തൊക്കെ അവിടുന്ന് കയറി പോകുന്ന ഫീല് നമുക്ക് തരും, ചില സമയത്ത് കയറി പോവുകയും ചെയ്യും. അപ്പൊ അത് കണ്ട് പിറ്റേ ദിവസമോ ഒക്കെ ആയിട്ട് പോയി നമ്മൾ മേടിക്കും. അപ്പൊ നമുക്ക് പണി കിട്ടും. അപ്പം ഈ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക. നമ്മുടെ സെറ്റപ്പ് വന്നാൽ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ വാച്ച് ചെയ്യുക. ഒരു ദിവസം കിട്ടിയില്ലേ, അല്ലെങ്കിൽ 2 ദിവസം കിട്ടിയില്ലേ, വേണ്ട. മാർക്കറ്റ് അവിടെ ഉണ്ട്, മാർക്കറ്റ് എങ്ങോട്ടും പോകുന്നില്ല. 1-2 ദിവസം കിട്ടിയില്ലേ 3-ാമത്തെ ദിവസം നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പൊ ജനുവരി മാസത്തിൽ 10 ദിവസം ട്രേഡ് കിട്ടി, അല്ലെ ജനുവരി മാസത്തിൽ 20 ദിവസം ട്രേഡ് കിട്ടി. ഫെബ്രുവരി മാസം നമുക്ക് 15 ദിവസം ട്രേഡ് കിട്ടിയുള്ളൂ. മാർച്ച് മാസത്തിൽ എനിക്ക് 10 ദിവസം ട്രേഡ് കിട്ടിയുള്ളൂ. എന്നാൽ എല്ലാം ഞാൻ പ്രോഫിറ്റില്ല. അതാണോ കാര്യം? അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എനിക്ക് ട്രേഡ് കിട്ടുന്നുണ്ട്, കുറെ സ്റ്റോപ്പ് ലോസ്, കുറെ ലോസ്, കുറെ പ്രോഫിറ്റ്. ആവറേജ് നോക്കുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. ആവറേജ് നോക്കുമ്പോൾ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ചെറിയ ലോസ്, അല്ലെങ്കിൽ വലിയ ലോസ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം നമ്മുടെ സെറ്റപ്പ് വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക, മാക്സിമം പ്രോഫിറ്റിലാക്കാൻ നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമുക്ക് എൻട്രി കിട്ടാത്ത ഒരു ദിവസം പോയി എൻട്രി എടുത്ത് ലോസ് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ചിന്തിക്കുക. അതുപോലെ നിങ്ങളൊരു ഓഫീസ് ടൈമിലോ ജോബിലോ ആണേൽ നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് എടുക്കരുത്, ഓപ്ഷൻ ട്രേഡ് ചെയ്യരുത്. അവിടെ നിങ്ങൾക്ക് പറ്റുന്നത് സ്വിങ്, ഷോർട്ട് ടൈം, ലോങ് ടൈം ഇതൊക്കെ പരിഗണിക്കാം. ഓപ്ഷൻ ബൈങ് എടുക്കുന്ന ഒരാൾക്ക് ഫുൾ ടൈം ചാർട്ട് നോക്കാൻ സമയം വേണം. എന്നാലേ ക്യാൻഡിലിന്റെ മൂവ്മെന്റ്, അല്ലെ അതിന്റെ ഫോർമേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ മനസ്സിലാക്കാൻ പറ്റൂ. അത് നമ്മൾ നേരിട്ട് അനുഭവത്തിലൂടെ കണ്ടു പഠിക്കണം. ഇപ്പൊ നമ്മളൊരു ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാ, ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നത് എങ്ങനെയാ? ആദ്യം ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ആയി. പണ്ട് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി ക്ലച്ചും എല്ലാം മുകളിലേക്ക് എടുത്താലേ വണ്ടി മുന്നോട്ട് പോകും എന്നൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നൈറ്റിലൊക്കെ മനസ്സിൽ ആലോചിച്ച് കിടക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഒരു മനസ്സിലെ ഒരു കണ്ടീഷനോടെ ചെന്നാണ് വണ്ടി എടുക്കുക. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ച് അടിപൊളിയായിട്ട് ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ ഞാനിങ്ങനെ ആക്സിലേറ്റർ ചവിട്ടി ക്ലച്ച് മുകളിലേക്ക് എടുത്താലാണ് വണ്ടി മുന്നോട്ട് പോവുക എന്നൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചാണോ നമ്മൾ വണ്ടി ഓടിക്കുന്നത്? ഇതുപോലെ തന്നെയാണ് ഓപ്ഷൻ ബൈങ്ങിന്റെ കാര്യം. നമ്മൾ ക്യാൻഡിലുകൾ നോക്കി അതിന്റെ ഫോർമേഷൻസും അതിന്റെ ലൈവ് മാർക്കറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 5-6 മാസം കൊണ്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മുകളിലേക്ക് പോവോ താഴേക്ക് പോവോ, എനിക്ക് ബൈ ചെയ്യാനുള്ള എൻട്രി പോയിന്റ് ആയോ, ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരും. എന്ത് കാര്യവും നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. അതിൽ നമ്മൾ കണ്ടിന്യൂസ് അലിഞ്ഞു ചേർന്ന് കണ്ടിന്യൂസ് വാച്ച് ചെയ്തിരുന്നാൽ നമുക്കറിയാം, നമ്മുടെ മനസ്സപ്പ പറയും എവിടെ എൻട്രി എടുക്കണം, എവിടെ വിൽക്കണം. അതും നിങ്ങൾ ചിന്തിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് എടുക്കാൻ ട്രേഡിംഗ് ടെർമിനലിന് മുന്നിൽ ചാർട്ട് നോക്കി ഒരു ദിവസം, അങ്ങനെ 10 ദിവസം അല്ലെ 50 ദിവസം ഇരിക്കാൻ പറ്റിയാൽ ക്ഷമ നമ്മൾ പഠിക്കും, നമ്മൾ ട്രേഡിങ്ങിൽ 1 ലെവലിൽ വിജയിക്കും. നിങ്ങൾ ചിന്തിക്കുക, പണ്ട് ഒരു 2017-16 കാലഘട്ടത്തിലൊക്കെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയിലൊക്കെയുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് 30-60 പോയിന്റ് ഒക്കെയാണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? 100-150 പോയിന്റ് ഒക്കെയാണ്. അല്ലെ ഇനി മുന്നോട്ടുള്ള വർഷങ്ങളിൽ എന്തായിരിക്കും മൂവ്മെന്റ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമൊക്കെ ചെറിയ ചെറിയ പോയിന്റുകൾ പിടിക്കാൻ നോക്കും. ഒരു 10 പോയിന്റ്, 15 പോയിന്റ്, അതിൽ എക്സിറ്റ് ചെയ്യുക. അങ്ങനെ പഠിക്കുക, അങ്ങനെ വളരുക. അല്ലാണ്ട് ആദ്യം തന്നെ എനിക്ക് 100 പോയിന്റ് കിട്ടണം, ആദ്യം തന്നെ എനിക്ക് 70 പോയിന്റ് കിട്ടണം, ആദ്യം തന്നെ എനിക്ക് 65 പോയിന്റ് കിട്ടണം എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. ആദ്യം ചെറുതിൽ നിന്ന് കയറി വരിക. പോയാലും കുഴപ്പമില്ലാത്ത ചെറിയ ക്യാഷ് ഇട്ട് ചെറുതിൽ നിന്ന് കയറി വരിക. അതിൽ നമുക്ക് ഒരുപാട് പഠനവും അനുഭവവും നമുക്ക് കിട്ടും. നമ്മൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ഒരു മാർക്കറ്റിന് മുമ്പിൽ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ഫോർമേഷൻസ് നോക്കിയിരുന്ന് പഠിക്കുന്ന ഒരു സെറ്റപ്പ് നമ്മൾ വേറെ എന്ത് ചെയ്താലും, എത്ര വീഡിയോ കണ്ടാലും കിട്ടില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കുറഞ്ഞത് ഒരു 6 മാസം. ചില ആളുകളുണ്ട് ഒരു ദിവസം ഒരു സ്ട്രാറ്റജി, വേറെ ദിവസം വേറെ സ്ട്രാറ്റജി, വേറെ ദിവസം വേറെ സ്ട്രാറ്റജി.
ഇങ്ങനെയാണ് ഒരു ദിവസം ഒരു സ്ട്രാറ്റജി എടുത്ത് അത് പരാജയപ്പെട്ടു. അപ്പൊ അന്ന് വേറൊരു ലെവലിലാണ് മാർക്കറ്റ് വർക്ക് ചെയ്ത്, നേരെ അതിലേക്ക് പോയി. അന്ന് അത് പരാജയപ്പെടുത്തു. അന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന സ്ട്രാറ്റജിയാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നേരെ അങ്ങോട്ട് വന്നു. പിറ്റേ ദിവസം വേറൊരു സ്ട്രാറ്റജി പോയി. അന്ന് വിജയിച്ച ഒരു സ്ട്രാറ്റജി എവിടെയോ യൂട്യൂബിൽ എവിടെയോ കണ്ടു, അതിന്റെ പുറകെ പോയി. അത് പരാജയപ്പെട്ടപ്പോൾ വേറെ കുറെ യൂട്യൂബ് ചാനൽ തപ്പി വേറെ ഒരു സ്ട്രാറ്റജിയുടെ പുറകെ പോയി. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും ഗതി പിടിക്കില്ല മാർക്കറ്റിൽ. ഒരു റൂള്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റൂൾ അല്ലെ ഒരു സ്ട്രാറ്റജി അത് ഫോളോ ചെയ്ത് കുറഞ്ഞത് 1-2 മാസം നമ്മൾ ട്രേഡ് ചെയ്യേ. അതിൽ നമ്മൾ സക്സസ് അല്ലെങ്കിൽ അതിലൂടെ പഠിക്കുന്ന അനുഭവങ്ങളിലൂടെ പുതിയ സ്ട്രാറ്റജി നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പുതിയ പുതിയ സ്ട്രാറ്റജികൾ ഉണ്ടെങ്കിൽ 2 മാസം കഴിഞ്ഞ് അടുത്ത സ്ട്രാറ്റജി പ്രയോഗിക്കേ. പിന്നെ ചില ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്, 1-2-3 ദിവസം പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര സംഭവമായി എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. 4 പേർക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് 2-3 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേനും എന്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുക, എന്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തി, ഇത് എനിക്ക് പറ്റിയ ഫീൽഡാണ്. ഞാൻ ഒരു ലോട്ടിൽ തന്നെ 2-3 ദിവസം ഇത്രയും പ്രോഫിറ്റ് എടുത്തപ്പോൾ ഞാൻ 10 ലോട്ടിട്ട് കളിച്ചാലുള്ള അവസ്ഥ എന്താണ്? അടിപൊളി. ആ ലെവലിലാണ് ചിന്തിക്കുക. അപ്പം 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കണ്ടിന്യൂസ് പ്രോഫിറ്റ് കിട്ടി, അല്ലെ ഒരു ലോട്ടിൽ ഞാൻ പ്രോഫിറ്റ് കിട്ടി, ഒരു ലോട്ട് എടുക്കുമ്പോൾ ഉള്ള മൈൻഡ് സെറ്റ് ആയിരിക്കില്ല 10 ലോട്ട് എടുക്കുമ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ വലിയവനായി എന്ന ഭാവം മാർക്കറ്റിൽ നമ്മൾ തീർച്ചയായും നമ്മുടെ നിലനിൽപ്പ് തന്നെ അടിവേര് പറിക്കും. അപ്പൊ ആ ലെവല് ചിന്തിക്കുക. വളരെ ക്ഷമയോടെ താഴെ തട്ടിൽ നിന്ന് പോയാലും കുഴപ്പമില്ലാത്ത ചെറിയ പൈസ ഇട്ട് ചെറിയ പോയിന്റുകൾ എടുത്ത് ട്രേഡ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം നമ്മുടെ ലോട്ട് സൈസ് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരിക. പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടന്റ് ആയിട്ട് പാലിക്കുക. ഓപ്ഷൻ ബൈങ്ങിന്റെ കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം. ക്ലോസ്ലി വാച്ച് ചെയ്തിരുന്നാല് ക്യാൻഡിൽ സ്റ്റിക്കിന്റെ അവസാന ക്ലോസിംഗ് ടൈമില് ബൈയിങ് ഓർ സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു 3 മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ 2:30 മിനിറ്റ് തൊട്ട്, 5 മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ 4:30 മിനിറ്റ് തൊട്ട്, അങ്ങനെ അത് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്താൽ ഇതൊക്കെ നമുക്കൊരു അനുഭവമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ ന്യൂസ് ഡേ, ലൈക്ക് ബഡ്ജറ്റ് ഡേയ്സ്, ഇലക്ഷൻ റിസൾട്ട് ഡേയ്സ്, ഗ്ലോബൽ ഇവന്റ്സ്, തുടക്കക്കാരെ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മളൊരു സേഫ് ട്രേഡറാണ്. നമ്മൾ സേഫ് ആയ ദിവസങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ കാണും ഭയങ്കര പ്രോഫിറ്റിലേക്ക്, ചിലപ്പോൾ സി സൈഡിലേക്കോ അല്ലെങ്കിൽ പി സൈഡിലേക്കോ ഭയങ്കര ലെവലിൽ പ്രോഫിറ്റ് കിട്ടുന്നതൊക്കെ കാണാം. ഇത് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്കും കയറായിരുന്നു. പക്ഷെ നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ഒന്നും ആവില്ല. ഈ വലിയ പ്രോഫിറ്റ് ഒന്നും നമ്മൾ എടുക്കില്ല, ചിലപ്പോൾ വലിയ ലോസിലായിരിക്കും നമ്മൾ അവസാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, ബിഗിനേഴ്സ് പ്രത്യേകിച്ച്. ഓക്കെ. പിന്നെ ഒരു ദിവസം ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ പിറ്റേ ദിവസം കൂടുതലും കൺസോൾട്ടേഷൻ ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ ചിന്തിക്കുക, വാച്ച് ചെയ്യുക. തലേദിവസത്തെ അവസാനത്തെ ഒരു മണിക്കൂർ കൺസോൾട്ടേഷൻ ആണെങ്കിൽ പിറ്റേ ദിവസം നല്ലൊരു മൂവ്മെന്റ് പിറ്റേ ദിവസം ഓപ്പണിംഗ് സെക്ഷനിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെല്ലാം സാധ്യതകളാണ് കേട്ടോ, സാധ്യതകളാണ്. ഇപ്പൊ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ മാർക്കറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ചാടി കയറാതിരിക്കുക. ചിലരുണ്ട് ചാടി അതിലേക്കും കയറും. ക്ഷമയില്ല. ഒരു റീടെസ്റ്റിന് വേണ്ടി നമ്മൾ എപ്പോഴും കാത്തിരിക്കണം. അത് നമുക്ക് അടിപൊളി പ്രോഫിറ്റ് തരും. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആ ടൈമിൽ ആ ചാടി കയറി താഴേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്ന കുറേ ഇമോഷൻസ് ഉണ്ട്, അതൊക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ഒരു റീടെസ്റ്റിന് വേണ്ടി എപ്പോഴും കാത്തിരിക്കുക. പിന്നെയുള്ള ടിപ്സ് എന്ന് പറയുന്നത് നല്ല മൈൻഡ് സെറ്റ് ഉള്ള ദിവസം മാത്രം ഓപ്ഷൻ ട്രേഡ് ചെയ്യുക. നല്ല മൈൻഡ് സെറ്റ് ആയിരിക്കണം, നല്ല സന്തോഷമായിരിക്കണം. ആരോടെങ്കിലും വഴക്കൂടിയിരിക്കുമ്പോഴോ എന്തെങ്കിലും ടെൻഷനിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴോ ഒന്നും ചെയ്യേണ്ട മേഖലയല്ല ഓപ്ഷൻ ബൈയിങ്. നല്ല മൈൻഡ് സെറ്റിൽ ട്രേഡ് ചെയ്യുക. അതുപോലെ എൻട്രി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊസിഷനിൽ കയറി നോക്കാതിരിക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നോക്കിയാൽ ഒന്നുകിൽ ടെൻഷൻ അടിച്ച് നമ്മൾ നേരത്തെ എക്സിറ്റ് ആയി പോകും, ഇല്ലേ ലോസ് ബുക്ക് ചെയ്യും. ചാർട്ട് മാത്രം നോക്കിയിരിക്കുക. ചാർട്ട് മാത്രം നോക്കിയിരുന്നാലേ ഇതിന്റെ ഫോർമേഷൻസും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് നല്ലൊരു സ്കില്ല് ട്രേഡിങ്ങിൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുക. അതുപോലെ ഇൻ ദ മണി അറ്റ് ദ മണി കൂടുതൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓവർനൈറ്റ് പൊസിഷൻസ് ബിഗിനേഴ്സ് ഒഴിവാക്കുക. കൂടുതൽ ബിഗിനേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുക. ഒന്നും അറിയില്ല, ബിഗിനേഴ്സിന് ഒന്നും അറിയില്ല. ലോസിലാണെങ്കിൽ ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യും. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുന്നിടം വരെ ടെൻഷൻ അടിച്ചിരിക്കും. വെള്ളിയാഴ്ച എങ്ങാനും എടുക്കുന്നതെങ്കിൽ ശനി ഞായർ ഉറക്കം ഉണ്ടായില്ല. അപ്പൊ ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാണ്ടിരിക്കുക, പ്രത്യേകിച്ച് ബിഗിനേഴ്സ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയ, എന്റെ ട്രേഡിംഗ് അനുഭവത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ഇതെല്ലാവരും ഫോളോ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല. നല്ലതാണെങ്കിൽ എടുക്കുക കേട്ടോ. കാരണം എന്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നതാണെങ്കിൽ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്
അവരുടെ റൂൾ ഫോളോ ചെയ്ത് അവർ ട്രേഡ്, അവർക്ക് അവരുടേതായ ഒരു സ്ട്രാറ്റജി, അവരുടേതായ റൂള് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഇത് എടുക്കണമെന്നില്ല. നമ്മൾ സക്സസ് ആണോ, നമ്മൾ ഹാർഡ് ആൻഡ് ആയിട്ട് ഉണ്ടാക്കിയ ക്യാഷ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, നമ്മൾ 1 ഇയറിൽ പ്രോഫിറ്റബിൾ ആണോ, സൂപ്പർ പ്രോഫിറ്റബിൾ ആണോ എന്ന് മാത്രം ചിന്തിക്കുക. ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് ആയിട്ട് കാണുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ട്രേഡിങ്ങിനെ ഒരു ബിസിനസ് ആയിട്ട് കാണുക. ട്രെൻഡ് അനുസരിച്ച് ട്രേഡ് ചെയ്യാം. ഒരിക്കലും എഗ്നിസ്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ബിഗിനേഴ്സ്. നമ്മൾ ഒരു റൂള് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക വഴി, ഒരു 6 മാസം ട്രേഡ് ചെയ്യുക വഴി ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കുക. അതിൽ നമ്മൾ മാസ്റ്റർ ആകാൻ ശ്രമിക്കുക. യാതൊരു കാരണവശാലും റിവെഞ്ച് ട്രേഡ് എടുക്കരുത്. റിവെഞ്ച് ട്രേഡ് ഒരു കാരണവശാലും എടുക്കരുത്. മാർക്കറ്റിനോട് വാശി പിടിക്കാണ്ടിരിക്കുക. മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് തന്നാൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. നമ്മുടെ പ്ലാറ്റ്ഫോം ലോഗ് ഔട്ട് ചെയ്ത് ഇറങ്ങിപ്പോവുക. മാക്സിമം 1-2 ട്രേഡ് ലാപ്പ് ഓഫാക്കി പുറത്തു പോയി നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകുക. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം മാർക്കറ്റിന് മുന്നിൽ നോക്കിയിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർട്ട് നോക്കിയിരിക്കുക. ക്ഷമയുള്ളവര് ക്ഷമ ഉണ്ടാക്കുക. പിന്നെ ഒരു ട്രേഡ് എടുക്കരുത്. 2 ട്രേഡ് നമ്മൾ സക്സസ് ആണോ പിന്നെ എടുക്കരുത്. എത്ര ഓപ്പർച്യൂണിറ്റി വന്നാലും ആ ഓപ്പർച്യൂണിറ്റികൾ പേപ്പറിൽ എഴുതി വെക്കുക. വിജയമാണോ എന്ന് സ്റ്റഡി ചെയ്യുക. അങ്ങനെ ഇരിക്കാൻ ഒരു മൈൻഡ് സെറ്റ് വേണം. ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ആ മൈൻഡ് സെറ്റ് ഇല്ലാത്തവരെ 2 ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ മതി, നമ്മൾ ലാപ്പ് ഓഫാക്കി വെച്ച് ഇറങ്ങി പോവുക. പക്ഷെ നമ്മുടെ ട്രേഡിംഗ് ടെർമിനലിന് മുന്നിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ട്രേഡ് എടുക്കാണ്ട് ട്രേഡിംഗ് ടെർമിനലിന് മുന്നിൽ ഇരിക്കുക. നമ്മൾ ഓരോ എൻട്രി എടുക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു ലോജിക്ക് ഉണ്ടാവണം. അതിൽ പരാജയം വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് എഴുതി വെക്കണം, ആ പരാജയം വരുന്ന ദിവസം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആ പരാജയം നമുക്ക് ആവർത്തിക്കില്ല. അല്ലാണ്ട് നമ്മൾ എഴുതി വെക്കാണ്ട് നമുക്ക് പരാജയം വന്ന ഒരു എഴുതി വെക്കാത്ത ഒരാൾക്ക് ഇപ്പം നമുക്ക് പരാജയം വന്ന ഒരു ദിവസം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പരാജയങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? അതേസമയം നമ്മൾ അന്നന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ അതെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് വലിയൊരു പഠനമാണത്, എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. നോട്ട് എഴുതി വെക്കണം. പിന്നെ പുതിയ പുതിയ രീതികൾ. ഒരിക്കലും നമ്മൾ റിയൽ മണിയിൽ പരീക്ഷിച്ച് നോക്കരുത്. ഞാൻ പറഞ്ഞ പോലെ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക. പെട്ടെന്ന് വന്ന് ക്യാഷ് ഉണ്ടാക്കി പോകാൻ ഓപ്ഷൻ ബൈയിങ് ഒരു ATM അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഫുൾ മാർക്കറ്റ് ഹവേഴ്സിൽ നല്ല ക്ഷമയോടെ ഇരിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. ഫുൾ മാർക്കറ്റ് ടൈമിൽ ട്രേഡിംഗ് ടെർമിനൽ നോക്കിയിരിക്കുന്നവർക്ക്, 1-2 ട്രേഡ് എടുത്ത് വിജയിച്ച് ബാക്കി പഠിക്കാനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക്, അല്ലാണ്ട് അവിടെ ഇവിടെയും കാളം പൂളം കയറി ട്രേഡ് ചെയ്യുന്നവർക്കല്ല. മാർക്കറ്റിൽ നിലനിൽപ്പാണ് പ്രധാനം. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും എന്ത് ചെയ്യണം? മാർക്കറ്റിനെ വാച്ച് ചെയ്ത് പഠിക്കുക. നിങ്ങൾ എത്ര യൂട്യൂബ് വീഡിയോ കണ്ടാലും എന്തൊക്കെ ചെയ്താലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് ട്രേഡിംഗ് ടെർമിനലിന് മുന്നിൽ ചാർട്ട് നോക്കി അതിന്റെ ഫോർമേഷൻസും കാര്യങ്ങളും കണ്ട് നമ്മൾ സ്വന്തമായിട്ട് ബൈ എൻട്രികൾ തീരുമാനിച്ച് പേപ്പർ ട്രേഡ് ചെയ്ത് അതിനുശേഷം അത് പ്രാക്ടിക്കൽ ആക്കുന്ന, പോയാലും കുഴപ്പമില്ലാത്ത ഒരു പൈസ ഇട്ട് പ്രാക്ടിക്കൽ ആക്കുന്ന ഗുണം, ഒരു 6 മാസം നിങ്ങൾ ചെയ്യുന്ന ഗുണം, ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിലൂടെ നിങ്ങളുടെ സ്ട്രാറ്റജികൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ റൂളുകൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. നല്ലൊരു മാസ്റ്റർ ആകും. അങ്ങനെ ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ്. മാർക്കറ്റിൽ നിലനിൽപ്പാണ് പ്രധാനം. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള നിലനിൽപ്പാണ് പ്രധാനം. അല്ലാണ്ട് കുറെ റിവഞ്ച് ട്രേഡ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ എല്ലാം വാഷ് ഔട്ടായി അവരെ ഇവരെ എല്ലാം കുറ്റം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതല്ല. കുറെ മാർക്കറ്റിനെ കുറ്റം പറയുന്നു, കുറെ ഗ്രൂപ്പിനെ കുറ്റം പറയുന്നു, കുറെ ചാനലിനെ കുറ്റം പറയുന്നു, ഷെയർ മാർക്കറ്റിനെ മൊത്തത്തിൽ കുറ്റം പറയുന്നു. അപ്പം നമ്മുടെ പിഴ അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് തെറ്റ് വരുന്ന ദിവസം എഴുതി വെച്ച് ഒരു 6 മാസം പോയാലും കുഴപ്പമില്ലാത്ത ഒരു പൈസ ഇട്ട് ട്രേഡ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ എല്ലാവരും മാർക്കറ്റിൽ വിജയിക്കും. ഒരു 10 വർഷം കൊണ്ട് നമ്മളെല്ലാവരും നല്ല ഹൈ ലെവൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളായി മാറും. ഫിനാൻഷ്യൽ ഫ്രീഡം നേടും. ഗ്യാരണ്ടിയാണ്. ഇത് വളരെ വലിയൊരു സ്കില്ലാണ്. ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ സ്കില്ല് എന്ന് പറയുന്നത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ആരുടെയും ഭരണത്തിനനുസരിച്ച് നമ്മൾ ജോലി ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുന്നു, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യുന്നു. അല്ലെ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട, ഇത്ര ടൈം ജോലി ചെയ്യണം, ഇങ്ങനത്തെ ഒന്നുമില്ല. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്കില്ല്, ഇത്രയും നല്ലൊരു ബിസിനസ് പഠിച്ചെടുക്കാൻ പറ്റിയാൽ ക്ഷമ വേണം. 1-2 വർഷം നിങ്ങൾ എടുത്ത് പഠിച്ചെടുത്തോ. ചിലർക്ക് 1 മാസം കൊണ്ട് പറ്റും, ചിലർക്ക് 6 മാസം കൊണ്ട് പറ്റും, ചിലർക്ക് 2 വർഷം കൊണ്ട് പറ്റും, ചിലർക്ക് 3 വർഷം കൊണ്ടായിരിക്കും പറ്റുക. പക്ഷെ അവിടെ പഠിച്ചെടുക്കുന്നതിന് വരെ നമ്മൾ ചെയ്യേണ്ടത് പോയാലും കുഴപ്പമില്ലാത്ത ചെറിയ പൈസ എടുത്ത് ചെറിയ പോയിന്റുകളിൽ ഇറങ്ങി പഠിക്കുക. മെല്ലെ മെല്ലെ ലോട്ട് സൈസ് കൂട്ടുക.
ഒരു ലോട്ട് എടുക്കുന്നവൻ കണ്ടിന്യൂസ് പ്രോഫിറ്റ് വരുമ്പോൾ നേരെ 10 ലോട്ടിലേക്കല്ല പോകണ്ടേ, അവൻ 2 ലോട്ട് ആക്കുക. നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്ത് എടുക്കുന്ന പ്രോഫിറ്റുകൾ നമ്മൾ നല്ല ETF ഫണ്ടുകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നല്ല നല്ല ഓഹരികളിലോ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു SIP മോഡിൽ. തീർച്ചയായും നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ ഓപ്ഷൻ ബൈങ് ചെയ്യുന്ന പൈസ അവിടെ തന്നെ കൂട്ടിയിട്ട് ട്രേഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്ത് കിട്ടുന്ന ക്യാഷ് പല പല ETF ഫണ്ടുകളിൽ, പല പല മ്യൂച്വൽ ഫണ്ടുകളിൽ, നല്ല നല്ല ഓഹരികളിൽ SIP മോഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് വളരും. അതും നിങ്ങൾ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ്. ഇതിലൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.